ജനാർദ്ദന കുറുപ്പാണ്. നമ്മൾ വാശി പ്രാണായാമം, വാശി യോഗം പഞ്ചതത്വം എന്നുള്ള പുസ്തകത്തിൽ 147 പേജിൽ ഭോഗനാഥസ്വാമിയുടെ വാശി യോഗം എന്നുള്ള പുസ്തകത്തിൽ 109 ശ്ലോകം നന്ദി നിലൈ 147 പേജ്. ശരിയായ ലക്ഷ്യം ഞാൻ ലളിതമായി പറയാം. വന്നു കഴിഞ്ഞ വാശിയെ പിടിച്ച് നിന്ന് നോക്കിയാൽ എപ്പോഴും മൗനമായി മനസ്സിനെ പിടിച്ചു നിർത്തി ഇമ വെട്ടാതെ വളരെ ശ്രമിച്ച് ക്രമത്തിൽ തെറ്റാതെ നോക്കിയിരുന്നാൽ നന്ദിയെ കാണാം. ഈ പ്രവൃത്തി കൊണ്ട് തലയ്ക്കുള്ളിൽ വെളിച്ചം കാണുന്നത് അവസാനിക്കുകയില്ല. വാശിനെ വലിച്ച് പിടിച്ച് വെക്കണം. 1 മിനിറ്റ് വരെ ഒക്കെ പിടിക്കണം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതോടുകൂടി മൗനം മനസ്സ് പിടിച്ചു നിർത്തിയ മാതിരി വരും. ആകെ മൗനമായിരിക്കും. തലയ്ക്കുള്ളിൽ വലിയ വെളിച്ചം കാണും. അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നന്ദിദേവരെ കാണാം. അതാണ് പറയുന്നത്. വളരെ പരിശ്രമം നടത്തണമെന്ന് അതിൻ്റെ അർത്ഥം. വളരെ ദീർഘമായി വലിക്കുക, ദീർഘമായി പിടിക്കുക, സാവധാനം ആജ്ഞയിൽ തന്നെ വിടുക. ഇനിയും 110 ശ്ലോകം ജ്ഞാനി മുടിവ് ഉനക്ക് മേല ആദി ഒന്നുമില്ല എന്ന ശ്ലോകം. നിനക്ക് മുകളിൽ ആദ്യമില്ല അവസാനമില്ല, പരവും അപരവും ഉണ്ടാകുന്നില്ല, ഇതിനപ്പുറം ഒന്നുമില്ല, യാതൊരു പരിധിയും സാധകനില്ല. വാശി കൊണ്ട് ഏറ്റുമ്പോഴുണ്ടായ തുടിവ് കാണുന്ന സ്ഥാനത്ത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ കണ്ട അഖണ്ഡമായ മനസ്സിനെ വച്ചാൽ കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നു. അതിൻ്റെ ഫലം പറഞ്ഞ് നേടുന്നു ജ്ഞാനിയാകും. അങ്ങനെ വാശിയിൽ പിടിക്കണം. ഏറ്റുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ പരിഹരിച്ച് അഖണ്ഡമായ മനസ്സ്, അഖണ്ഡം വെച്ചാൽ പിന്നെ ചിന്തയില്ലാത്ത മനസ്സ്, അല്ലെങ്കിൽ ചിന്ത സ്ഥിരമായ മനസ്സിനെ വെച്ചാൽ കിട്ടുന്ന അറിവ്, അപ്പോൾ ജ്ഞാനം വന്നു വരും. ആ ജ്ഞാനം കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ജ്ഞാനിയാകും. ജ്ഞാനം വന്ന് കിട്ടിയാൽ ജ്ഞാനം കിട്ടിയ ആളെന്നേ പറയുള്ളൂ. പക്ഷെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ജ്ഞാനിയാണെന്ന് മറ്റുള്ളവർ പറയുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിവുണ്ടാവും, നമ്മളത് ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ ആൾക്കാരത് അറിയാൻ പോണില്ല. അപ്പോൾ അയാൾക്ക് ഉള്ള അറിവ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. ജനങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോഴാണ് അയാളൊരു ജ്ഞാനിയാണ് എന്ന് ജനങ്ങൾ പറയുക. ജ്ഞാനം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ജ്ഞാനിയാവുക. വാശി ഏറ്റിപ്പിടിക്കണം. അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ബലം കുറഞ്ഞ പാലം 111 ശ്ലോകം. ശുദ്ധബോധം പാർക്കുന്ന തലയ്ക്കുള്ളിൽ എളിമയായ ജ്ഞാനം ബലം കുറഞ്ഞ പുഴപ്പാലം താണ്ടിച്ചെന്ന് തൻ്റെ വാസനകളെയെല്ലാം തകർത്ത് പൊടിയാക്കി പുഴയിലെറിയണം. ധരിക്കുന്ന വാശി ശാന്തമാക്കിയ മല്ലന്മാർ 6 ചക്രങ്ങളും താണ്ടിച്ചെന്ന് ശരിയായ മാർഗത്തിൽ ചരിക്കണം. അല്ലെങ്കിൽ ശരിയായ സ്ഥിരചിത്തതയോടെ മനസ്സിനെ ഏകീകരിച്ച് വാശിയിൽ ഉറച്ച് മേജ്ഞാന വെളിച്ചത്തിൽ കണ്ണുവച്ചിരുന്നില്ലെങ്കിൽ മനസ്സിലെ കുരങ്ങൻ സ്ഥിരതയിലും പാലം കടക്കാനാകാതെ മരിച്ചു പോകും. വലിയൊരു പാലം കടക്കുന്നതിനെ ഉദാഹരിക്കുകയാണ് സ്വാമി ഇവിടെ ചെയ്തു. ശുദ്ധബോധം പാർക്കുന്ന തലയ്ക്കുള്ളിൽ എളിമയായ ജ്ഞാനം, നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള വാശിയും കൊണ്ടുള്ള ജ്ഞാനം ബലം കുറഞ്ഞ പുഴപ്പാലം തീണ്ടിച്ചെന്ന് തൻ്റെ വാസനകളെല്ലാം തകർത്ത് പൊടിയാക്കി പുഴയിലെറിയണം. പുഴപ്പാലം തൻ്റെ വാസനകളെയെല്ലാം, വാസന എന്ന് വെച്ചാൽ സ്വഭാവങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ശീലിച്ചു വന്ന കാര്യങ്ങൾ, ശീലങ്ങൾ, മറ്റുള്ളവർ അനാവശ്യമായി പരിശീലിപ്പിച്ചത്, ജന്മനാ ഉള്ള ശീലങ്ങളൊക്കെ മാറ്റണം. ആവശ്യമില്ലാത്ത ശീലങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റുന്നതിനാണ് വാസനകളെല്ലാം തകർത്ത് പൊടിയാക്കി പുഴയിലെറിയണം. അങ്ങനെ വാശിയിൽ മാത്രം ഇരുന്ന് മനസ്സിനെ ശാന്തമാക്കി സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കണം. 6 ചക്രങ്ങളും താണ്ടിച്ചെന്ന് പറഞ്ഞാൽ 6 ആത്മീയ ചക്രങ്ങളെയെല്ലാം മൂലാധാരം തുടങ്ങി അജ്ഞ വരെ താണ്ടിച്ചെന്ന് ശരിയായ മാർഗത്തിൽ ചലിക്കണം. അല്ലെങ്കിൽ ശരിയായ സ്ഥിരചിത്തതയോടെ മനസ്സിനെ ഏകീകരിച്ച് വാശിയിൽ ഉറച്ച് വിജ്ഞാന വെളിച്ചത്തിൽ കണ്ണുവെച്ചിരുന്നില്ലെങ്കിൽ മനസ്സിലെ കുരങ്ങൻ, സ്ഥിരതയില്ലാത്ത മനസ്സ്, പാലം കടക്കാനാകാതെ മരിച്ചു പോകും. അങ്ങനെ
മനസ്സിലെ കുരങ്ങൻ പാലം കടക്കാനാകാതെ മരിച്ചു പോകുന്ന പറഞ്ഞാൽ ചഞ്ചലിപ്പ്. അങ്ങനെ ചെയ്താൽ, ശരിയായ രീതിയിൽ ചലിച്ചാൽ മനസ്സ് സ്ഥിരമാകും എന്ന് പറഞ്ഞതിനർത്ഥം. ഇങ്ങനെ ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൽ നിന്നും 102 മുതൽ 112 വരെയുള്ള 10 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന വാശിയോഗാധ്യായത്തിൽ യോഗി ജനാർദ്ദന കുറിപ്പ് തയ്യാറാക്കി മലയാള പരിഭാഷയോടെ എൻ്റെ സൂക്ഷ്മ ഗുരുവായ ഭോഗർ സ്വാമി എന്നെ ഈ കർമ്മ ഏൽപ്പിച്ച് പിന്നാലെ നിന്നതിനാൽ എനിക്ക് ഇത്രയും ചെയ്യാനായി. ഭോഗനാഥ സിദ്ധരുടെ പാദധൂളി ശരീരത്തിൽ അണിയുന്നതിനായി ഞാനിതാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. സിദ്ധന്മാരുടെ മഹാഗുരുവായ അഗസ്ത്യർക്കും 18 മഹാസിദ്ധന്മാർക്കും സാഷ്ടാംഗ നമസ്കാരം. നമഃ ശിവായ.